സോ ബേസിക്കലി നമ്മൾ ദുബായിൽ ജോലി തപ്പാൻ കണ്ടുപിടിക്കാൻ വരുവാന്ന് വിചാരിച്ചു. അപ്പം നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന കാര്യവും എങ്ങനെ ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഗ്രോ ചെയ്യാന്നുള്ളതും, പിന്നെ ഈ സാധാ കമ്പനികളിൽ തട്ടിക്കൂട്ട് ഇതിൽ കയറാതെ മര്യാദയ്ക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇന്റേൺഷിപ്പും ചെയ്ത് നല്ല ജോലിക്ക് നല്ല കോസ്റ്റിൽ കയറുന്ന ഒരു മെത്തേഡ്, ഞാൻ ഉപയോഗിച്ച് കയറിയ മെത്തേഡും ഞാൻ പറഞ്ഞു കൊടുത്തൊരു 5-6 പേര് ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ പല അഡ്വർടൈസിങ് കമ്പനികളിലും സംഭവങ്ങളിലായിട്ട് നല്ല സാലറി കിട്ടുന്ന രീതിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ആ മെത്തേഡ് മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ കുറെ വട്ടം കുറെ ആൾക്കാർ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും ഇതിപ്പോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സഹായകരമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദർശ് ഇപ്പം അടുത്ത മാസം ദുബായിലോട്ട് വരാനുള്ള പ്ലാനാണ്. അപ്പൊ അവന്റെ അടുത്ത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് അത് നന്നായിട്ട് കറക്റ്റായിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ബേസിക്കലി നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്താ ചെയ്ത് തുടങ്ങണ്ടെന്ന് പറഞ്ഞാൽ 2 സംഭവങ്ങളാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് 2GIS എന്ന് പറഞ്ഞ ആപ്പ്, അത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ല നാട്ടിൽ നിന്ന് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റ് ആയിട്ട് 2gis.ae എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. ഓക്കെ, സോ ബേസിക്കലി 2gis.ae ഇത് ബേസിക്കലി മാപ്പിന്റെ പോലത്തെ ഒരു ഫംഗ്ഷൻ ഉള്ള സംഭവമാണ്. ഇത് നമ്മളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കും എന്ന് പറഞ്ഞാൽ, ദുബായിൽ ബേസിക്കലി ജോലി എപ്പി വരുന്ന ഒരാൾക്ക് എപ്പോഴും ഇന്റർനെറ്റ് കണക്ഷൻ സംഭവം ഉണ്ടാവുന്നില്ല. ദുബായ് ബേസിക്കലി വൈഫൈ വഴി നല്ല കണക്റ്റഡ് ആണ്, പക്ഷെ എന്നാലും എപ്പോഴും വൈഫൈ കിട്ടണമെന്നില്ല. നമ്മളൊരു ഇന്റർവ്യൂ തപ്പി ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലും നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് മാപ്പ് വെക്കാൻ പറ്റും. 2GISന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ ഒരു A to B പൊസിഷൻ കൊടുക്കുവാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാം. ബൈ കാർ എങ്ങനെയൊക്കെ പോവാം, ബൈ ബസ് എങ്ങനെയൊക്കെ പോവാം, ഏത് മെട്രോന്റെ അടുത്താണ് ഇറങ്ങിയ ഏറ്റവും നല്ലത്, ഏത് എൻട്രൻസ് ആണ് ബിൽഡിങ്ങിനുള്ളത്, അങ്ങനെ സഹായിക്കും. രണ്ടാമത് സഹായിക്കുന്ന പറഞ്ഞാൽ, ഇപ്പൊ നീ ജോലി എപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ ഇറങ്ങി എന്നിട്ട് നമുക്ക് അല്ലെ വെയിറ്റിംഗ് ടൈം ഉണ്ട്, വെയിറ്റിംഗ് ടൈമിന്റെ സമയത്ത് അല്ലെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ഒരാൾ വരുന്നവരെ അല്ലെ റൂമിൽ പോകാനായിട്ട് സമയമുണ്ട്. അപ്പൊ ബേസിക്കലി ആ നിൽക്കുന്നിടത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് നെറ്റ് ഇല്ലാണ്ട് തന്നെ ഇപ്പൊ ഒരു ബിൽഡിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചത്, ഇപ്പൊ ഉംസുക്കീമിലെ ഒരു ബിൽഡിങ്ങോ അല്ലെ ജുമേറ 2 ഒരു ബിൽഡിങ്ങോ അല്ലെ എമിറേറ്റ്സ് ടവേഴ്സ്. ഓക്കെ, എമിറേറ്റ്സ് ടവേഴ്സ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണല്ലോ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 3D ആയിട്ട് ഇത് കാണും, ബിൽഡിംഗ് കാണും, എമിറേറ്റ്സ് ടവർ കോംപ്ലക്സ് കാണിക്കും, ആ ബിൽഡിങ്ങിൽ എത്ര കമ്പനീസ് ഉണ്ടെന്ന് കാണിക്കും, ആ കമ്പനീസിന്റെ ഒക്കെ ഡീറ്റെയിൽ ലിസ്റ്റ് കാണും. ആ കമ്പനികളുടെ ഇപ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ കമ്പനിയുടെ ലിസ്റ്റിന്റെ പ്രോപ്പർ ഇൻഫർമേഷൻ കാണും. എന്നുവെച്ചാൽ അതിന്റെ കോണ്ടാക്ട്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ വെബ്സൈറ്റ്, അവരുടെ ഇമെയിൽ അഡ്രസ്സ്. ഇപ്പൊ നമുക്കെപ്പോഴും ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനും വിളിക്കാനും അല്ല ഒരു കാര്യം ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനും ഇതിൽ നിന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. 2GISന്റെ വേറെ ഗുണം, സോ ട്രാവലിന് ഏറ്റവും ബെസ്റ്റ്, ഓഫ്ലൈനായിട്ട് കിട്ടും, കമ്പനികളെ തപ്പാൻ ഏറ്റവും ബെസ്റ്റ്. പിന്നുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ 2GISന്റെ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ 3D മാപ്ഡ് ഔട്ട് ആണ് സ്ഥലം. പിന്നെ ഈ ദുബായ്, ഷാർജ, അജ്മാനിലുള്ള എല്ലാ കമ്പനീസും മാക്സിമം അവർ പറ്റാവുന്ന രീതിക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ഗെയിം ഡെവലപ്മെന്റിനാണല്ലോ വരാൻ താല്പര്യം, അതിന്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഉള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഗെയിം ഡെവലപ്മെന്റും തപ്പുക. ഓക്കെ, ഗെയിം അല്ലെ ഗെയിമിംഗ് കമ്പനീസ് എന്ന് പറയുമോ ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസ് എന്ന് പറയുമോ? ഓക്കെ, കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്മെന്റ് എന്ന് കൊടുക്കുക. അപ്പൊ കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്മെന്റ് എന്ന് കൊടുക്കുമ്പോൾ ആ കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്മെന്റുമായിട്ട് ഇതുള്ള എല്ലാ കമ്പനീസും കാണിക്കും. അതിപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പം സെർച്ച് ചെയ്യുന്നത് ദുബായ് മാത്രം സെർച്ച് ചെയ്തേക്കുന്നു. നമ്മുടെ ആപ്പിലാവുമ്പോൾ കറക്റ്റ് കംപ്ലീറ്റ് ദുബായ്, ഷാർജ, അജ്മാനായിട്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് അപ്പം അതിന്റെ ഒരു കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ EGS ഇലക്ട്രോണിക്സ് ഗെയിംസ്, അത് സെൻട്രൽ ഡിസ്ട്രിക്ട് ബിസിനസ് വർഷൻ 1 കാണിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ദുബായിൽ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള ഓരോ കമ്പനി ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും പല ടൈപ്പിലുള്ള ഗെയിമിംഗ് കമ്പനീസും കാണും. ഇൻ ദ സെൻസ് ചിലപ്പോൾ ഗെയിം CDs വിൽക്കുന്ന കമ്പനീസ് ആയിരിക്കും, ചിലപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസ് ആയിരിക്കാം, പല പല കമ്പനീസ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം ഇതിൽ നിന്ന് കമ്പനീസിന് തപ്പുക. കമ്പനീസിന് തപ്പിക്കഴിയുമ്പോൾ ആ കമ്പനിയുടെ പേര് പോയി ലിങ്ക്ഡിനിൽ അടിക്കുക. ലിങ്ക്ഡിനിൽ പോയിട്ട് ഇപ്പൊ നമ്മൾ EGS ഇലക്ട്രോണിക് ഗെയിംസ് എന്നല്ല അടിച്ചത്, EGS ഇലക്ട്രോണിക് വരുന്നില്ല, അപ്പൊ അതില്ല.
അത് ലിങ്ക്ഡിനിൽ ഇല്ലാത്തൊരു കമ്പനിയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ നെക്സ്റ്റ് വൺ എടുത്ത് നോക്കാം. കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്മെന്റ്, ദേര ദുബായ്, വാട്ട് ഓഫ് ദുബായ്. ഓക്കെ, വാട്ട് ഓഫ് ദുബായ് എടുത്ത് നോക്കാം. ഓക്കെ, വാട്ട് ഓഫ് ദുബായിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെ ഷോ എൻട്രൻസ് കിട്ടും, അതിന്റെ ബിൽഡിംഗ് കാണിക്കും, അതിന്റെ കറക്റ്റ് ഇത് കാണിക്കും, എവിടെ ഓഫീസ് നമ്പർ കാണിക്കും, ഫ്ലോർ നമ്പർ കാണിക്കും, ഇത് കാണിക്കും, അതിന്റെ എങ്ങനെയൊക്കെ പോവാം, എപ്പോഴൊക്കെ ഓപ്പണിംഗ് ടൈംസ്, ആ സംഭവങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, നമുക്ക് ലിങ്ക്ഡിനിൽ ഒന്ന് തപ്പി നോക്കാം. തൊട്ടാവും മാനേജ്മെന്റ് കൺസൾട്ടൻസി, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അതും ലിങ്ക്ഡിനിൽ ഇല്ലെന്ന് തോന്നുന്നു. നല്ലൊരു കമ്പനി ലിങ്ക്ഡിനിലുള്ളത് റയറ്റ് ഗെയിംസ്. റയറ്റ് ഗെയിംസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇത് സംഭവങ്ങള് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. റയറ്റ് ഗെയിംസിന്റെ പേര് കണ്ടാൽ തന്നെ നമുക്കറിയാം ഉണ്ടാവും. ഓക്കെ, റയറ്റ് ഗെയിംസ് കമ്പനി, കമ്പ്യൂട്ടർ ഗെയിംസ്. നമ്മൾ വരിക, തപ്പുക, ലിങ്ക്ഡിനിൽ അത് അടിച്ചു കൊടുക്കുക. ലിങ്ക്ഡിനിൽ അടിച്ചു നോക്കുമ്പോൾ ഉള്ള ഗുണം എന്തുവാ, നമുക്ക് ആ കമ്പനിയുടെ ഇൻഫർമേഷൻ കിട്ടും, അതിനെ ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബേസിക്കലി നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കമ്പനിയെ ഫോളോ ചെയ്യുമല്ലോ, എന്നിട്ട് അതിന്റെ എംപ്ലോയീസിനെ നോക്കുക. എംപ്ലോയീസിനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും, കണ്ടോ, റിക്രൂട്ടർ ലൊക്കേഷൻ വൈസ് കിട്ടും. എന്നിട്ട് അപ്പൊ നമുക്ക് ലൊക്കേഷൻ, ഇപ്പൊ നമുക്ക് UAE, അപ്പോൾ വലിയൊരു കമ്പനി UAE മാത്രമുള്ള അല്ലാത്ത കമ്പനി ആകുമ്പോൾ എല്ലാ രീതിക്കും ഫുൾ ലോകത്തെ എല്ലാം കാണുമല്ലോ. നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുക്കുക. ഓക്കെ, നമ്മൾ UAE-യിലാണല്ലോ ജോലി വെക്കുന്നത്, അപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പം UAE-യിലുള്ള എല്ലാ ആൾക്കാരെയും കാണും. അപ്പം നമ്മൾ നോക്കുന്ന ഫീൽഡ്, ഇപ്പൊ നമ്മൾ പ്രോഗ്രാമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ മാനേജ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പൊസിഷൻസ് നമുക്കറിയണം. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ പൊസിഷൻസ്, HR, മാനേജർ ലെവലിലുള്ള ആൾക്കാർ, അവരുമായിട്ട് കണക്ട് ചെയ്യാം. ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, പ്രീമിയം അക്കൗണ്ട് അല്ലാത്ത സമയത്ത് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ അയക്കാൻ പറ്റും. അപ്പൊ പ്രീമിയം അക്കൗണ്ട് എടുത്താലേ നമുക്ക് ഇൻമെയിലായിട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് കാശ് ചെലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയാണ്. ഓക്കെ, ബേസിക്കലി ഇപ്പം നമുക്കൊരു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കുക, ഹെഡ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പം ബിസിനസ് ഡെവലപ്മെന്റും ഓപ്പറേഷൻസും ഉള്ള ഒരാള് എന്തായാലും ഹയറിങ്ങിനും ഇന്റേൺഷിപ്പ് സംഭവങ്ങളും ഒക്കെ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റാർട്ടിംഗ് ലെവൽ നമ്മളൊരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത എംപ്ലോയി ആണെങ്കിൽ, ദുബായിൽ വന്ന് നല്ല രീതിക്ക് കയറണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, കുറച്ച് നാൾ, ഒരു 3 മാസത്തേക്കുള്ള ഫണ്ടിങ് കാര്യം വെച്ചിട്ട് വരണം. ഇവിടെ വിസയ്ക്കും ഇതിനൊന്നും ഇപ്പോൾ വലിയ പൈസ ഇല്ല. മൊത്തത്തിൽ ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ വിസയും ടിക്കറ്റും കൂടെ നടക്കും. ബാക്കി റെന്റും കാര്യങ്ങളും ഫുഡും ഒക്കെ ഒരു മാസം ഒരു 800-1000 രൂപ ഉണ്ടെങ്കിൽ പക്കയായിട്ട്, ദർഹം ഉണ്ടെങ്കിൽ പക്കയായിട്ട് നടക്കും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം അനസൽ ഹക്കീം, ഓക്കെ, അവനാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത് വിചാരിച്ചോ, കണക്ട് കൊടുക്കുക. കണക്ട് കൊടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. കണക്ട് കൊടുക്കുമ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റും, ഫ്രണ്ട് റിക്വസ്റ്റ് പോലെ. കണ്ടോ, ആഡ് എ നോട്ട്, ആഡ് എ നോട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരു നോട്ട്, നല്ല കൺവിൻസിങ് ആയിട്ടുള്ള നോട്ട് കൊടുക്കുക. ബേസിക്കലി ഇപ്പം ഹായ് അനസ്, നൈസ് ടു മീറ്റ് യു. എടാ, നിന്റെ എക്സ്പീരിയൻസ് എത്ര ഉണ്ട്? 2 year ഉണ്ട്. ഗെയിം ഡെവലപ്മെന്റിന്റെ തന്നെ അല്ലേ? ഗെയിം ഡെവലപ്മെന്റ് 1 year കൊടുത്താൽ മതി. ഗെയിം ഡെവലപ്മെന്റ് 1 year. ഓക്കെ, അത് ക്രിയേറ്റീവ് ആണോ കോഡിംഗ് ആണോ? കൈൻഡ് ഓഫ് ബോത്ത് ആണോ? ബോത്ത് ആണോ? ഓക്കെ, ഐ ആം എ budding game developer who has a bit of experience. ബിറ്റ് ഒരു വീക്ക് ആയിട്ടാലും കുഴപ്പമില്ല, എന്നിട്ട് പറഞ്ഞ് നമുക്ക് കാര്യം കൺവിൻസ് ചെയ്തെടുത്താൽ മതി. ആകെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ 300 മെസ്സേജേ പറ്റത്തുള്ളൂ, 300 ക്യാരക്ടേഴ്സേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് പോർട്ട്ഫോളിയോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ മെസ്സേജിൽ ആകെ ഇത്രയും വിചാരിച്ചാൽ മതി, ഹായ് നൈസ് ടു മീറ്റ് യു, ഐ ആം എ ബഡിങ് ഗെയിം ഡെവലപ്പർ ഹു ഹാസ് എ ബിറ്റ് ഓഫ് ബഡിങ് ഗെയിം ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, I was interested, I am interested in interning at your
company. Do let me know if there are opportunities. Okay. Do let I'm interested in interning at your company. Let me know. Do let me know if I could send you my CV and portfolio and see if there are opportunities. Okay. Let me know if I could send you my CV and portfolio. Do let me know if I could send you my CV and portfolio. I'm interested in interning at a company. Do let me know if I could send you my CV and portfolio and get a chance to introduce myself to see if there are any opportunities. Okay. എന്നിട്ട് അതിൻ്റെ ഇടയിൽ താങ്ക്സ് ആദർശ്. ഓക്കെ. ബേസിക്കലി ഈ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ഈ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഒരു മെസ്സേജ് സെറ്റ് ആയല്ലോ. ഇപ്പൊ അനസിന് സെൻഡായി. ഇതുകൊണ്ട് നമ്മൾ ആകെ ചെയ്യുന്ന വെച്ചാൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നമുക്ക് ഏറ്റവും വേണ്ട എല്ലാ കമ്പനീസും, ഇപ്പം 2JC തപ്പുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട് അതിന്റെ ഇതെടുക്കുക, അതിന്റെ ആൾക്കാരെ തപ്പുക, എന്നിട്ട് ഇങ്ങനെ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അടുത്ത് ഇനി വരുമ്പോൾ എന്തോ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുക, ആഡ് നോട്ട് കൊടുക്കുക, പേര് മാത്രം മാറ്റിയാൽ മതി, താരിക്കെന്നും പറഞ്ഞു സെൻഡ് ഡൺ. അപ്പൊ അങ്ങനെ എത്ര വേണമെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ തന്നെ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഒരു 900ഓളം അയച്ചിട്ടാണ്. ഒരു 900ഓളം ഒക്കെ അയക്കുമ്പോൾ ഒരു മേ ബി ഒരു 100 റിപ്ലൈ വരുമായിരിക്കും. ആ 100 പിന്നെ റിപ്ലൈ വന്നത് നമ്മൾ കോൺവെർസേഷൻ കൊണ്ടുപോയി ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന ചിലപ്പോൾ ഒരു 10 പേരായിരിക്കും. പക്ഷെ ആ 10 പേരെ മീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരാളെങ്കിലും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിന് കിട്ടും. ഇവിടെ മിക്കുള്ള കമ്പനീസിലും പെയ്ഡ് ഇന്റേൺഷിപ്സ് തന്നെയാണ്. പക്ഷെ പെയ്ഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു 3 മാസത്തെ ബാക്കപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നൈസായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജോബിന് കയറണമെന്നുള്ളത് ഉണ്ട്, ശരിയാണ്, അതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ മെയിൻ ആയിട്ട് നെറ്റ്വർക്കിംഗ് ആണ്, ആൾക്കാരെ പരിചയപ്പെടുക. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും കുറെ ക്ലയൻസുമായിട്ടും ഇതുമായിട്ടും ഇന്റേൺ ചെയ്യുമ്പോഴില്ലേ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടും. അവർ ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്നൊക്കെ മാറുമായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ എത്തുമായിരിക്കും. നമ്മൾ പക്ഷെ ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അവസരം അവരുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളെ ഓർക്കും. അപ്പം പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കൂല. പക്ഷെ നമ്മൾ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇത് ചെയ്യുക. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഉദ്ദേശം. ഇതാകുമ്പം ഇന്റേണിങ് കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കമ്പനീസ് വർക്ക് ചെയ്യാനും പറ്റും, നല്ല സാലറിയും കിട്ടും, ഇത് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പൊ നീ ഇപ്പോഴേ ബേസിക്കലി ഫെബ്രുവരി 1 വരെ നൈസായിട്ട് ഇത് ചെയ്യുക, ആൾക്കാരെ കണ്ടുപിടിക്കുക, നെറ്റ്വർക്കിംഗ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും റിപ്ലൈ വരും, ചിലപ്പോൾ ഇന്റർവ്യൂ വരും. ഇപ്പോഴാണെങ്കിൽ കോവിഡിന്റെ സംഭവം ആയതുകൊണ്ട് സൂം ഇന്റർവ്യൂസ് ഒന്നും പറ്റും. അപ്പം സൂം ഇന്റർവ്യൂസ് പറ്റുന്നത് ഫെബ്രുവരിക്ക് മുമ്പ് എടുക്കാൻ പറ്റുന്നത് ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ എടുക്കുക ചെയ്യുക. അല്ല സൂം ഇന്റർവ്യൂസ് ഇല്ല, നേരിട്ട് വന്ന് തന്നെ എടുക്കണമെങ്കിൽ ഡേറ്റ് സെറ്റ് ചെയ്യുക, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു 5-6 ഇന്റർവ്യൂസ് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് എളുപ്പം തന്നെ തപ്പി കണ്ടുപിടിക്കുക. പിന്നെ മൊത്തത്തിൽ ഭാഗ്യം പോലെ ഇരിക്കും. അതെനിക്കറിയാലോ, നിനക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ. ഇതാണ് മൊത്തത്തിലുള്ള പരിപാടി. ഓക്കെ. ഏത് കമ്പനിയാണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം, കണക്ട് ചെയ്യാം. പിന്നെ വേറൊരു ഏതെന്ന് വെച്ചാൽ നമുക്കിപ്പം ലിങ്ക്ഡിനിൽ വേറൊരു തപ്പാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇത് പറയടാ, കീവേഡ്സ് പൊസിഷൻ വെച്ച്. അപ്പം നിങ്ങളുടെ ഇതിൽ ഗെയിം ഡെവലപ്പേഴ്സിന്റെ ഒരു പൊസിഷൻ പറഞ്ഞേ. യൂണിറ്റി ഡെവലപ്പർ. ഓക്കെ, യൂണിറ്റി ഡെവലപ്പർ. ഓക്കെ. അപ്പൊ യൂണിറ്റി ഡെവലപ്പർ എന്ന് കൊടുക്കുമ്പോൾ യൂണിറ്റി ഡെവലപ്പർ എന്നും പറഞ്ഞ് പീപ്പിൾ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് അത് മാറ്റാം. നമുക്ക് കറന്റ് കമ്പനീസ് കൊടുക്കാം, ലൊക്കേഷൻസ് കൊടുക്കാം. ലൊക്കേഷൻസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ? അപ്പൊ അതെ, ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് കമ്പനീസ് കൂടുതൽ തപ്പിയെടുക്കാം.
ഇവർക്ക് എന്നിട്ട് ബേസിക്കലി ആ കണക്ട് കൊടുക്കുക, ആഡ് നോട്ട് കൊടുക്കുക, ഹായ് സായിദ് സെൻഡ് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടോ ഇതിന്റെ അകത്ത് എത്ര പേജസ് ഉണ്ട്? ഓൾറെഡി ഇത് 57 പേജസ് ഉണ്ട്. അപ്പൊ അത്രയും ആൾക്കാരുണ്ട്. നമ്മളിപ്പോ മറ്റേ 2JS പോയിട്ട് കിട്ടാത്തതിനേക്കാളും കൂടുതൽ കമ്പനീസ് ഇതും ഗെയിം ഡെവലപ്മെന്റ് എല്ലാവർക്കും ഇരുന്ന് അയക്കുക. ഈ 57 പേജ് ആയതിന് 569 റിസൾട്ട്സ് ഉണ്ട്. 569 പേർക്ക് നീ അയക്കുമ്പോഴേക്കും അതിലൊരു 100 പേരെങ്കിലും റിപ്ലൈ ചെയ്യും. എന്നിട്ട് അത് ചെയ്യുക. പിന്നെ ഫിൽറ്റേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത ലിങ്ക്ഡിനിൽ നിന്റെ പ്രൊഫൈൽ എപ്പോഴും നല്ല രീതിക്ക് കൊണ്ടു നടക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നിന്റെ പ്രൊഫൈലിൽ CV ആഡ് ചെയ്യുക, എക്സ്പീരിയൻസസ് ആഡ് ചെയ്യുക, ആൾക്കാരെ കൊണ്ട് റെഫറൻസസ് ആഡ് പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ റെഫറൻസസ് എപ്പോഴും നമ്മളിപ്പോ നല്ല കമ്പനീസിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെ നാട്ടിൽ വെച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫറൻസസ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. എന്നുവെച്ചാൽ നല്ല രീതിക്ക് നല്ലതാണ്. പിന്നെ എക്സ്പീരിയൻസ് സംഭവങ്ങൾ ആക്റ്റീവ് ആവുക, ലിങ്ക്ഡിനിൽ കൂടുതൽ ആക്റ്റീവ് ആവുക. ഈ കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടില്ലേ, നീ വേണം നേരത്തെ ചെയ്ത പ്രോജക്ട്സും ഇതുമൊക്കെ ചെറുതായിട്ട് വീഡിയോസും ഇതൊക്കെ എടുത്ത് ലിങ്ക്ഡിനിൽ നിന്റെ പ്രൊഫൈലിൽ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്യുക. എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ആൾക്കാരുടെ ഇതിൽ കമന്റ് ചെയ്യുക. ഈ കണക്ഷൻസ് വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോഴില്ലേ പിന്നെ ഈ ഐഡിയാസും സംഭവങ്ങളും ചിലപ്പം ആരെങ്കിലും ഒരാൾ ഈ ഗെയിം ഡെവലപ്മെന്റ് ഒക്കെ സംഭവമില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ക്വസ്റ്റ്യനോ ഒക്കെ ഇട്ടേനൊക്കെ നീ ചിലപ്പോൾ റിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ റിപ്ലൈ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ നിന്നെ വിളിക്കുക, അല്ലെ ഇപ്പൊ എടുക്കുക. അപ്പൊ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരുന്ന ഭയങ്കര സുഖമാണ്. ദുബായില് എല്ലാവരും ലിങ്ക്ഡിനിൽ നല്ല ആക്റ്റീവ് ആണ് എപ്പോഴേ.